ടോപ്പിക്കാണ് ഗ്രീൻസ് ഫംഗ്ഷൻ, ഐഗൻ ഫംഗ്ഷൻ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു നോൺ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എ നോൺ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. എന്താ നോൺ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ? ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ പ്ലസ് കെ സ്ക്വയർ സൈ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് റോ ഓഫ് ആർ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. And the homogeneous Helmholtz equation satisfied by the orthonormal eigenfunction psi of n. That is, ആ ഒരു ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു ഓർത്തോ നോർമൽ ഐഗൻ ഫംഗ്ഷനെ നമ്മൾ ഫൈ ഓഫ് എൻ അല്ലെങ്കിൽ ഫൈ എൻ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽ സ്ക്വയർ ഫൈ എൻ ഓഫ് ആർ പ്ലസ് കെ എൻ സ്ക്വയർ ഫൈ എൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഹോമോജീനിയസ് ആയതുകൊണ്ട് അതിൻ്റെ RHS എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇവിടെ ഈ ഫൈ എൻ എന്നുള്ളത് ഐഗൻ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ ആണ് എന്ത്? കെ എന്ന് പറയുന്നത്. ആ ഒരു സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ ഫൈ എൻ ഉണ്ട്. ആ ഫൈ എൻ എന്താണ്? ഐഗൻ ഫംഗ്ഷൻ. അതേപോലെ തന്നെ കെ എൻ എന്താണ്? ഐഗൻ വാല്യൂ ആണ്. സപ്പോസ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. വി ക്യാൻ റൈറ്റ് എന്തെഴുതാം? ഡെൽ സ്ക്വയർ ജി ഓഫ് R1 R2 പ്ലസ് കെ സ്ക്വയർ ജി ഓഫ് R1 R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൈ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ആ ഒരു ഗ്രീൻ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ R1 മൈനസ് R2. ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ ഹോമോജീനിയസ് ഇക്വേഷനിലെ റിയൽ ഐഗൻ ഫംഗ്ഷൻസിൻ്റെ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എന്താ പറഞ്ഞത്? നമുക്ക് ഈ ഒരു കിട്ടിയ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ ഹോമോജീനിയസ് ഇക്വേഷനിലെ റിയൽ ഐഗൻ ഫംഗ്ഷൻസിൻ്റെ സീരീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിയൽ ഐഗൻ ഫംഗ്ഷൻസിൻ്റെ സീരീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗ്രീൻസ് ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യാം. സോ ദാറ്റ് എക്സ്പാൻഷൻ ഈസ് G of R1 R2 is equal to sigma n is equal to 0 to infinity an of R2 phi n of R1. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ A എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇതാണ് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു A എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഡെൽ സ്ക്വയറിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഡെൽ സ്ക്വയർ സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഓഫ് R2 ഫൈ എൻ ഓഫ് R1 പ്ലസ് കെ സ്ക്വയർ സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഓഫ് R2 ഫൈ എൻ ഓഫ് R1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ R1 മൈനസ് R2. ഓക്കെ, അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുത്തു. ഇനി ഈ ഒരു ഓർത്തോ നോർമൽ ഐഗൻ ഫംഗ്ഷനിൽ ഡെൽറ്റയുടെ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ദ എക്സ്പാൻഷൻ ഓഫ് ഡെൽറ്റ ഇൻ ഓർത്തോ നോർമൽ ഐഗൻ ഫംഗ്ഷൻസ് ഡെൽറ്റ ഓഫ് R1 മൈനസ് R2 ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് R1 ഫൈ എൻ ഓഫ് R2. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇനി ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ നോക്കാം. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഡെൽ സ്ക്വയർ സൈ എൻ ഓഫ് R1 ഈസ് ഈക്വൽ ടു മൈനസ് കെ എൻ സ്ക്വയർ ഫൈ എൻ ഓഫ് R1 എന്ന് എഴുതാം. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 6 എന്നും കൊടുത്തു. ഇനി നമുക്ക് കിട്ടിയ ഒരു ഫിഫ്ത്ത് ഇക്വേഷനും അതേപോലെ തന്നെ സിക്സ്ത് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഓഫ് R2 കെ എൻ സ്ക്വയർ ഫൈ എൻ ഓഫ് R1 പ്ലസ് കെ സ്ക്വയർ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഓഫ് R2 ഫൈ എൻ ഓഫ് R1 വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് R1 ഫൈ എൻ ഓഫ് R2. ഓക്കെ, ആ ഡെൽറ്റയുടെ ഭാഗത്ത് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് എന്ത് കൊടുത്തു? നമ്മൾ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തു. ഇനി മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ നമ്പർ 7 ബൈ ഫൈ ഓഫ് എം R1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 7ൻ്റെ LHSലും RHSലും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്? ഫൈ എം ഓഫ് R1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതാം.
എങ്ങനെ എഴുതാം? മൈനസ് സിഗ്മ n is equal to 0 to infinity an r2 kn square phi n of r1 plus k square sigma n is equal to 0 to infinity an of r2 phi n of r1, which will be equal to minus sigma n is equal to 0 to infinity phi n of r1 phi n of r2. അതേപോലെ തന്നെ പറഞ്ഞ ഇക്വേഷൻ ചെറുതായിട്ട് മാറിപ്പോയി തോന്നുന്നു. ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞില്ലല്ലോ. ഒന്നും കൂടി നോക്കാം. നമുക്ക് ആ 7th ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? phi m of r1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സിഗ്മ n is equal to 0 to infinity an of r2 kn square integral phi n of r1 phi m of r1 d cube r1 പ്ലസ് ആ ഡി ക്യൂബ് എന്നുള്ളത് എന്താ? ആ ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് ഡി ക്യൂബ് ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് കെ സ്ക്വയർ സിഗ്മ n is equal to 0 to infinity a n of r2 ഇൻറ്റഗ്രൽ phi n of r1 phi m of r1 d cube r1, which will be equal to minus integral sigma n is equal to 0 to infinity phi n of r1 phi n of r2 phi m of r1 d cube r1. അത്രയും കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു ആർ എച്ച് എസിലെ phi n of r2നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പുറത്തേക്ക് ഇട്ടിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r1 ആയിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഡി ക്യൂബ് r1 വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു r1 വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേമിനെ, ആ r2 എന്ന് വരുന്ന ടേമിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഓർത്തോ നോർമാലിറ്റി കണ്ടീഷനും കൂടി ഈ ഒരു എബവ് ഇക്വേഷൻ്റെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ? ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ ഈസ് ഇൻറ്റഗ്രൽ phi m star of x phi m of x dx is equal to delta mn ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുമ്പേ phi m of r1 കൊണ്ട് എന്ത് ആർ എച്ച് എസും എൽ എച്ച് എസും മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെൽറ്റ എം എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻറ്റഗ്രലിന് അകത്തുള്ള ടേംസ് എല്ലാം എന്തായിട്ട് പോവും? 1 ആയിട്ട് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ്? എ എൻ ഓഫ് r2 കെ സ്ക്വയർ മൈനസ് കെ എൻ സ്ക്വയർ. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ വെച്ചിട്ട് എന്താണ് ഈ ഇക്വേഷനിലെ ആർ എച്ച് എസിലെ ഇൻറ്റഗ്രലിനുള്ള ടേമുകളെല്ലാം, അതേപോലെ തന്നെ എൽ എച്ച് എസിലെ ഇൻറ്റഗ്രലിനുള്ള ഉള്ളിലുള്ള ടേമുകളെല്ലാം എന്തായിട്ട് പോയി? 1 ആയിട്ട് പോയി അല്ലേ? എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എൽ എച്ച് എസിൽ എന്താ ബാക്കിയുള്ളത്? എ എൻ ആർ ടു കെ എൻ സ്ക്വയർ ഉണ്ട്. അതേപോലെ തന്നെ എ എൻ ആർ ടു കെ സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എ എൻ ആർ ടു കോമൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു? എ എൻ ആർ ടു പുറത്തേക്ക് എടുത്തു. കണ്ടോ? എ എൻ ആർ ടു പുറത്തേക്ക് എടുത്തു. പിന്നെന്താ? കെ എൻ സ്ക്വയർ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കെ സ്ക്വയർ മൈനസ് കെ എൻ സ്ക്വയർ എന്ന് എഴുതി. ആർ എച്ച് എസിൽ എന്ത് വരും? മൈനസ് ഓഫ് ക്യു എൻ ആർ ടു എന്നും വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ എൻ ഓഫ് ആർ ടു കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ നിന്ന് എ എൻ ഓഫ് ആർ ടു എന്താണ് വരിക? ക്യു എൻ ഓഫ് ആർ ടു ഡിവൈഡഡ് ബൈ കെ എൻ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഇക്വേഷൻ നമ്പർ എ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? ജി ഓഫ് ആർ വൺ ആർ ടു ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ക്യു എൻ ഓഫ് ആർ വൺ ക്യു എൻ ഓഫ് ആർ ടു ഹോൾ ഡിവൈഡഡ് ബൈ കെ എൻ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കാം. So this is the expansion of Green's function in terms of eigen function. അപ്പോൾ ഒരു eigen ഫംഗ്ഷൻ്റെ ഫോമിലുള്ള ഗ്രീൻസ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ സിമെട്രിക് അല്ലേ? സിമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? ജി ഓഫ് ആർ വൺ ആർ ടു വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ആർ ടു ആർ വൺ. അതായത് ഈ ഒരു ഐഗൺ ഫംഗ്ഷൻ ഇക്വേഷനിൽ ആർ വണ്ണും ആർ ടും ഇൻ്റർചേഞ്ച് ചെയ്താലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ദെൻ ദ ഡിസൈഡ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1, നമ്മളൊരു ഫസ്റ്റ് ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അപ്പോൾ എന്താണ് വരിക? psi of r1 is equal to integral g r1 r2 rho r2 d tau എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ദ ഡിസൈഡ് സൊല്യൂഷൻ ഓഫ് ദി നോൺ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹെൽമോൾട്ട്സ് ഇക്വേഷൻ്റെ നോൺ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ്റെ ഡിസൈഡ് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയത് എന്താണ്? ഒരു ഇൻ്റഗ്രൽ ഫോമിലാണ് അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും ഒരു ഇൻ്റഗ്രൽ ഫോമിൽ ആയിരിക്കും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്ക് മറ്റൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കൂടി നോക്കി നോക്കാം. സി കൺസിഡറിങ് അനദർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എൽ psi പ്ലസ് ലാംഡ psi ഈസ് ഈക്വൽ ടു മൈനസ് റോ. ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് ഇനി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആവാം. ഓക്കെ, അപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ അവിടെ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ g of r1 r2 ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി phi n of r1 phi n of r2 ഡിവൈഡഡ് ബൈ ലാംഡ n മൈനസ് ലാംഡയാണ് എന്ത് വരിക? ഇതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ വരിക. അപ്പോൾ അതായത് ഈ ഒരു ഇക്വേഷനും അതേപോലെ തന്നെ ഞാനൊരു ഇക്വേഷൻ 8th ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു g of r1 r2ൻ്റെ ഇക്വേഷനും ഈ ലാസ്റ്റ് കാണുന്ന g of r1 r2ൻ്റെ ഇക്വേഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആ കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ നിന്നും ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ജിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താണ് കെ ആയിരുന്നു ഐഗൺ വാല്യൂ, എന്നാൽ ഈ ലാസ്റ്റത്തെ ജിയുടെ ഇക്വേഷനിൽ എന്താണ് ലാംഡയാണ് ഐഗൺ വാല്യൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ടെണ്ണത്തിലും തമ്മിലുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ നിന്നും എന്താണ് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമുലയാണ് ഇപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ ഏതൊരു ഇക്വേഷൻ തന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രീൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയണം. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രീൻസ് ഫംഗ്ഷൻ ഓഫ് ആൻ ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ വൈ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ദ ഗ്രീൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ഫോർ ദാറ്റ് ഇക്വേഷൻ, ആ ഒരു ഇക്വേഷനിലുള്ള ഗ്രീൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? g of x t is equal to minus 1 by a u f x v of t. ഇൻ്റർവൽ ഏത് മുതലെയാണ്? a to t വരെയാണ്. അതുപോലെ തന്നെ മൈനസ് 1 by a u of t v of x ഫ്രം t to b. അതിന് നമ്മൾ എന്താണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? then its solution will be y of x is equal to integral a to b g of x t f of t dt ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞാൽ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തു, അതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു y of x is equal to ഇൻ്റഗ്രൽ a to b g of x t f of t dt ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വി ക്യാൻ പ്രൂവ് ഇറ്റ് ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഇക്വേഷൻ 2 ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എന്താ പറയുന്നത്? ഇക്വേഷൻ 2 ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 3. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y of x is equal to minus 1 by a ഇൻ്റഗ്രൽ a to x v of x u of t f of t dt minus 1 by a ഇൻ്റഗ്രൽ x to b u of x v of t f of t dt. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ഇക്വേഷൻ നമ്പർ 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രൂവ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ഇൻ്റർവൽ
എ ടു ടിയും അതേപോലെ തന്നെ ടി ടു ബിയും അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ടാണ് ഇൻ്റർവെൽ കിടക്കുന്നത്. എ ടു ടി ആയിട്ടും അതേപോലെ തന്നെ ടി ടു ബി ആയിട്ടും ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ബട്ട് ഇവിടെ ഞാനിപ്പോൾ എ ടു ടിക്ക് പകരം എന്താണ് എ ടു എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആകെ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ നമ്പർ 2 എക്സിൻ്റെയും ടിയുടെയും എന്താണ് പൊസിഷൻസ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 2 നോക്കി നോക്കൂ, കണ്ടോ, യു ഓഫ് എക്സ് വി ഓഫ് ടി എന്ന് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഞാൻ ആ ലിമിറ്റ് മാറ്റുമ്പോൾ എന്തായി യു ഓഫ് ടി വി ഓഫ് എക്സ് എന്ന് അങ്ങനെ ആ ഒരു എക്സിൻ്റെയും ടിയുടെയും പൊസിഷൻസ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/a ഇൻ്റഗ്രൽ എ ടു എക്സ് വി ഓഫ് എക്സ് യു ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് 1/a ഇൻ്റഗ്രൽ എക്സ് ടു ബി യു ഓഫ് എക്സ് വി ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി അങ്ങനെ കിട്ടും. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ ഡിഫറൻഷ്യേറ്റിംഗ് ദ എബവ് ഇക്വേഷൻ വിൽ ഗെറ്റ്, ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഓഫ് എക്സ് അല്ലേ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ എക്സിൻ്റെ ടേമിന് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ വി ഓഫ് എക്സ് ഉണ്ട്, അതിനെ നമുക്ക് വി ഡാഷ് എക്സ് എന്ന് എഴുതണം. അതേപോലെ തന്നെ യു ഓഫ് എക്സിനെ യു ഡാഷ് എക്സ് എന്ന് എഴുതി കൊടുത്താൽ മതി. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/a ഇൻ്റഗ്രൽ എ ടു എക്സ് വി ഡാഷ് ഓഫ് എക്സ് യു ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് 1/a ഇൻ്റഗ്രൽ എക്സ് ടു ബി യു ഡാഷ് ഓഫ് എക്സ് വി ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി. അതിന് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. അപ്പോൾ ഇനി ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ലെബിനിസ് ഫോർമുല അപ്ലൈ ചെയ്യാണ്ട്. ഈ ലെബിനിസ് ഫോർമുല പ്രകാരം എങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് സെഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് ഓഫ് ബി സെഡ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ സെഡ് മൈനസ് എഫ് ഓഫ് എ സെഡ് ഡോ എ ഡിവൈഡഡ് ബൈ ഡോ സെഡ്. ആക്ച്വലി ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫോർത്ത് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും എയും ബിയും എക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. അതുകൊണ്ടാണ് ഒരു എ ഓഫ് എക്സ് അതേപോലെ തന്നെ ബി ഓഫ് എക്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇനി സപ്പോസ് ഞാനിവിടെ എ ബി എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, എയും ബിയും എക്സിൻ്റെ ഫങ്ഷൻസ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പാർട്ട് ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് അവിടെ നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ഇക്വേഷൻ നമ്പർ 4 പഠിച്ചിരുന്നാൽ മതി നിങ്ങൾ. ഇക്വേഷൻ നമ്പർ 4 വരാനുള്ള കാരണമാണ് എന്ത്, ഈ ഒരു ലെബനിസ് ഫോർമുല വെച്ചിട്ടാണ് ഇക്വേഷൻ നമ്പർ 4 നമുക്ക് കിട്ടുന്നത് എന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആ ഒരു ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇക്വേഷൻ നമ്പർ 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, വൈ ഡബിൾ ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ ഡിഫറൻഷ്യേറ്റിംഗ് ഫോർത്ത് ഇക്വേഷൻ വിൽ ഗെറ്റ് വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/a ഇൻ്റഗ്രൽ എ ടു എക്സ് വി ഡബിൾ ഡാഷ് ഓഫ് എക്സ് യു ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് 1/a എക്സ് ടു ബി യു ഡബിൾ ഡാഷ് ഓഫ് എക്സ് വി ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് 1/a യു ഓഫ് എക്സ് വി ഡാഷ് എക്സ് മൈനസ് വി ഓഫ് എക്സ് യു ഡാഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ ഇക്വേഷനിലെ ലാസ്റ്റ് ടേം ബ്രാക്കറ്റിലുള്ള ലാസ്റ്റ് ടേമിലെ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി നോക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഇക്വേഷൻ മുമ്പും കണ്ടിട്ടുണ്ട്. അതെന്താണ്, അതാണ് എന്ത്, റോൺസ്കിയൻ. അതായത് സപ്പോസ് ആ ഒരു റോൺസ്കിയൻ നമ്മൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് യു വി യു ഡാഷ് വി ഡാഷ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, യു വി ഡാഷ് മൈനസ് വി യു ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താ ഏബിൾസ് ഇക്വേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ആ ഒരു ലാസ്റ്റ് ടേമിലെ ബ്രാക്കറ്റിനുള്ളിലെ ടേംസിന് പകരം നമുക്ക് എന്ത് എഴുതാം, എ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ എ ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലെ ആ ഒരു 1/aയിലെ ഡിനോമിനേറ്ററിലെ എയും ന്യൂമറേറ്ററിലെ എയും നമ്മൾ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ആവും ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ y ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എ ഇൻ്റഗ്രൽ എ ടു എക്സ് യു ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് യു ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എ ഇൻ്റഗ്രൽ എക്സ് ടു ബി വി ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ പി ഓഫ് എക്സ്. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആ ഒരു എൽ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൽ ഓപ്പറേറ്റർ എൽ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഡി ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ആണ് എൽ ഓപ്പറേറ്റർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു പി ഓഫ് എക്സിന് നമ്മൾ 1ഉം അതേപോലെ തന്നെ ക്യൂ ഓഫ് എക്സിന് എന്ത് കൊടുക്കുക 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്നും അപ്പോൾ നമുക്ക് വൈ ഡബിൾ ഡാഷ് എങ്ങനെ എഴുതാം? ദെൻ വൈ ഡബിൾ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എൽ വി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻ്റഗ്രൽ എ ടു എക്സ് യു ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് എൽ യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻ്റഗ്രൽ എക്സ് ടു ബി വി ഓഫ് ടി എഫ് ഓഫ് ടി ഡി ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ഹിയർ വി ഓഫ് എക്സ് ആൻഡ് യു ഓഫ് എക്സ് ആർ ദ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ. യു ഓഫ് എക്സും വി ഓഫ് എക്സും എന്താണ് ആ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽ ഓഫ് യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അതേപോലെ തന്നെ എൽ ഓഫ് യു ഓഫ് എക്സ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താണ് യു ഓഫ് എക്സും വി ഓഫ് എക്സും സൊല്യൂഷൻസ് ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് ആയതുകൊണ്ടാണ് അതിൻ്റെ എൽ ഓഫ് യു ഓഫ് എക്സും എൽ ഓഫ് വി ഓഫ് എക്സും എന്തായത് 0 ആയിട്ട് പോയത്. അപ്പോൾ അത് രണ്ടും 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൽ എന്ന് വെച്ചാൽ ആ ഒരു എൽ വൈയുടെ ഇക്വേഷനിലെ ഫസ്റ്റ് 2 ടേം 0 ആയിട്ട് പോയി. സോ വി ക്യാൻ റൈറ്റ് എൽ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടി. അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടി? എൽ വൈ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കിട്ടി. ഇതായിരുന്നില്ലേ നമ്മൾ ഓൾറെഡി ആദ്യം പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഒരു പ്രൂഫും കംപ്ലീറ്റ് ആയി. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ ആൻഡ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു പോയ്സൺസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഒരു പോയിന്റ് ചാർജിൻ്റെ പോയ്സൺസ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡർ ദ പോയ്സൺസ് ഇക്വേഷൻ ഫോർ എ പോയിന്റ് ചാർജ്. ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് റോ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ പോയിന്റ് ചാർജ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് റോ പോയിന്റ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഓക്കെ, അതിന് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. ഇനി the one-dimensional analog of this equation is L y of x plus f of x point which is equal to 0. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഈ ഒരു ഇക്വേഷൻ്റെ 1-dimensional അനലോഗ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. എൽ വൈ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് പോയിന്റ് ചാർജ് ആയതുകൊണ്ടാണ് പോയിന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന് ഈസ് ഈക്വൽ ടു 0 എന്നും കൊടുത്തു. അതെന്താണ് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ ഈ ഒരു എഫ് ഓഫ് എക്സ് പോയിന്റ് എന്നുള്ളത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ എന്താണ് ഒരു പോയിന്റ് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് പോയിന്റ് ഇസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? ടി മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടി പ്ലസ് എപ്സിലോൺ 0 എൽസ്വെയർ. അപ്പോൾ 0 ഈ ഒരു ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോണിൻ്റെ ലിമിറ്റിൽ മാത്രമാണ് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതെന്താണ് 1/2 എപ്സിലോൺ ആണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എപ്സിലോൺ ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ത് വരും? ഇൻഫിനിറ്റി ആവും അല്ലേ? 1/0 അല്ലേ വരിക? അപ്പോൾ അത് ഇൻഫിനിറ്റിയാണ്. അതായത് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള ലിമിറ്റിൽ എന്താണ്? അയ്യോ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള ലിമിറ്റിൽ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി ആവും. ബാക്കി എല്ലാ ലിമിറ്റിലും എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ആ ഒരു സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും?
ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ എൽ ഓഫ് വൈ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് പോയിൻറ്റ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഒരു എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? 1/2 എപ്സിലോൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ 1/2 എപ്സിലോൺ ഡി എക്സ്. അപ്പോൾ ആ ഒരു 1/2 എപ്സിലോൺ നമ്മൾ എന്ത് എടുത്തു? പുറത്തേക്ക് കിട്ടും ഇൻ്റഗ്രലിൻ്റെ. അപ്പോൾ എന്ത് വരും? മൈനസ് 1/2 എപ്സിലോൺ ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് ആണ്. അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 1/2 എപ്സിലോൺ എക്സ്, അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു, ടി പ്ലസ് എപ്സിലോണും ടി മൈനസ് എപ്സിലോണും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? മൈനസ് 1/2 എപ്സിലോൺ ഇൻറ്റു ടി പ്ലസ് എപ്സിലോൺ മൈനസ് ടി പ്ലസ് എപ്സിലോൺ എന്ന് വരും. ടിയും ടിയും ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ആണ് വരിക. അപ്പോൾ ആ 2 എപ്സിലോണും 2 എപ്സിലോണും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എൽ. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ഡി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഡി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലെങ്കിൽ ഡി ഡിവൈഡ് ബൈ ഡി എക്സ് അല്ല, ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് പറയാം. പി ബൈ ഡഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ക്യൂ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ഓക്കെ, ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിലെ സെക്കൻഡ് ടേം ക്യൂ ഓഫ് എക്സും വൈ ഓഫ് എക്സും ആണ് അല്ലേ ആ ഒരു ഇക്വേഷൻ്റെ. അപ്പോൾ അതെന്താണ്? കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. സോ ആസ് എപ്സിലോൺ ടെൻസ് ടു 0 ആയിട്ട് വരുമ്പോൾ ആ ഒരു സെക്കൻഡ് ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ആ ടേം വാനിഷ് ആയിട്ട് പോകും. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് എന്ത് വരും? പി ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് എക്സ്, അതിനെ നമ്മൾ എന്ത് കൊടുത്തു? ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി മൈനസ് എപ്സിലോണും ടി പ്ലസ് എപ്സിലോണും വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എപ്സിലോൺ 0ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരണം? പി ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ് വരിക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വൈ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ? -1 ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമുക്ക് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടിയ ഒരു ഇക്വേഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പ്രധാനമായിട്ടും 2 കണ്ടീഷനാണ് ഉപയോഗിച്ചത്. എന്തൊക്കെയാണ് 2 കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ക്യൂ ഓഫ് എക്സും വൈ ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ് അല്ലേ? ക്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ്. സോ ദ സെക്കൻഡ് ടേം വാനിഷ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്ത കണ്ടീഷൻ എന്താണ്? വൈ ഡാഷ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ -1/p ഓഫ് എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടി. ഓക്കെ, പക്ഷേ ഇവിടെ വൈ ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, അത് മാറിപ്പോരുത്. വൈ ഡാഷ് ഓഫ് എക്സ് ആണ് ഡിസ്കണ്ടിന്യൂസും വൈ ഓഫ് എക്സ് കണ്ടിന്യൂസും ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള ടേമിൽ വൈ ഡാഷ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് അവിടെ -1/p ഓഫ് എക്സ് വന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അതൊരു സമയം ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So in addition, as epsilon tends to 0, f of x is a delta function. Okay. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി എന്നും എഴുതാം. Then the second equation can be written as L g of x t is equal to minus delta of x minus t എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാം. So this equation we have to use for the development of Green's function. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഗ്രീൻസ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എൽ ഓപ്പറേറ്റ്സ് ഓൺ ദി ഇക്വേഷൻ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നുള്ളൊരു ഇക്വേഷനിൽ നമ്മൾ എൽ ഓപ്പറേറ്റ് ചെയ്യാണ്.
അപ്പോൾ എൽ കൊണ്ട് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുമില്ല, എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എൽ ഓപ്പറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എൽ എക്സ് വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എൽ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ എൽ ഓപ്പറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എൽ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ എൽ ഓപ്പറേറ്റർ വിൽ ഓപ്പറേറ്റ് ഓൺ എക്സ് ഡിപ്പെൻഡൻസ്. ഓക്കെ, അപ്പോൾ എൽ ഓപ്പറേറ്റർ എപ്പോഴും ആ ഒരു എക്സ് ഡിപ്പെൻഡൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എൽ ഓഫ് എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കാര്യം കൂടി നമുക്ക് ഇതിലറിയാം, എന്താണ്? എൽ ഓഫ് എക്സ് വൈ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആ എഫ് ഓഫ് എക്സിനെ ആർ എച്ച് എസിക്ക് കൊണ്ടുപോകുമ്പോൾ എൽ എക്സ് എന്ന് പറഞ്ഞാൽ മതി. എൽ എക്സ് വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എൽ എക്സ് ജി ഓഫ് എക്സ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് വരും. അത് നമ്മൾ എ എന്നുള്ള ഇക്വേഷനായിട്ട് കൊടുത്തു. ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ പ്രകാരം എന്ത് എഴുതാം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ഡാഷ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ബി എന്നുള്ള ഇക്വേഷനായിട്ടും കൊടുത്തു. അപ്പോൾ കമ്പയറിങ് എ ആൻഡ് ബി, എഫ് ഓഫ് ടി ഡി ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ട്. ബാക്കി എൽ എക്സ് ജി ഓഫ് എക്സ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ഡാഷും ഉണ്ട്. അതായത് എന്താണ്? എൽ എക്സ് ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി. അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് ഗ്രീൻസ് ഫംഗ്ഷനും ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാം. സോ ദിസ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രീൻസ് ഫംഗ്ഷൻ ആൻഡ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു 5th യൂണിറ്റിലെ ഒരുവിധം എല്ലാ പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ ഓരോ പോയിന്റും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം ടൈം വളരെ കുറവാണ്, തിയറി എടുത്ത് പോകാനേ ഇപ്പോൾ സമയമുള്ളൂ. പക്ഷേ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രോബ്ലമാണ് സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ യൂസിങ് ഗ്രീൻസ് ഫംഗ്ഷൻ. അപ്പോൾ അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇല്ല, ലാപ്ലേസ് ഓപ്പറേറ്ററാണ് എന്ത്? ഡെൽ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഇതിന് നമ്മൾ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആർ എന്നുള്ള ടേം ഇൻഫിനിറ്റി ആയിട്ട് മാറുമ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ അതായത് ജി ഓഫ് ആർ ഡാഷ് എന്തായിരിക്കും? 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷനെയാണ് ഡയറക്റ്റ് ലൈക്ക് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണലി ഇൻവാരിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഡെൽ സ്ക്വയർ ട്രാൻസ്ലേഷണലി ഇൻവാരിയൻ്റ് ആകുമ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷനും എന്തായിരിക്കും? ട്രാൻസ്ലേഷണലി ഇൻവാരിയൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് ആർ ഡാഷിനെ നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് ആർ മൈനസ് ആർ ഡാഷ് എന്ന് എഴുതാം. ഇനി നമ്മൾ ആർ മൈനസ് ആർ ഡാഷിന് ആറായിട്ട് മീൻസ് ക്യാപിറ്റൽ ആറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ ഓരോരോ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പുതിയതായിട്ട് വരും. അത് നിങ്ങൾ പഠിച്ചിരിക്കുന്നേ നിവൃത്തിയുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു ഡെറിവേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലത്തും ഏതൊക്കെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക തന്നെ വേണം. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓരോ ഡെറിവേഷനും ഇങ്ങനെ എഴുതി പഠിച്ച് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്കൽ പേപ്പറിൽ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിങ്ങനെ സോൾവ് ചെയ്തൊരു ശീലം വേണം. അപ്പോൾ കുറേ പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറേ ഡെറിവേഷൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പെട്ടെന്നൊരു പ്രോബ്ലം ചോദിച്ചാൽ തന്നെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ആർ മൈനസ് ആർ ഡാഷിന് ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ മൈനസ് ആർ ഡാഷ് എന്ന് എഴുതാം.
ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ഡാഷ്. അപ്പോൾ നമുക്ക് ആ ഒരു ആർ മൈനസ് ആർ ഡാഷിന് ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ആർ എന്ന് എഴുതാം. അതിന് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ജി ഓഫ് ക്യാപിറ്റൽ ആറിന് എന്ത് കൊടുക്കുകയാണ്, ഒരു ടേം കൊടുക്കുകയാണ്. അതെന്താണ്, ജി ഓഫ് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ ജി ഓഫ് ക്യൂ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് ആ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെക്കൻഡ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ ജി ഓഫ് ആറിൻ്റെ ടേം എന്താണ്, ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ ജി ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെൽ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേഷന് ഉള്ളിലേക്ക് കൊടുന്നു. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഡെൽ സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ ജി ഓഫ് ക്യൂ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡെൽ സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആറിനെ മാത്രം നമുക്കൊന്ന് ഫസ്റ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡെൽ ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡെൽ ഡോട്ട് ഇ റേസ് ടു ഐ ക്യൂ ആർ എന്ന് എഴുതാം. അപ്പോൾ ഡെൽ ഡോട്ട് ഇ റേസ് ടു ഐ ക്യൂ ആർ എന്താ, അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതുകയാണ്. അതായത് ഇ റേസ് ടു ഐ ക്യൂ ആറിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്താ, ഐ ക്യൂ റേസ് ടു ഇ റേസ് ടു ഐ ക്യൂ ആർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ഐ ക്യൂ ഡോട്ട് ഇ റേസ് ടു ഐ ക്യൂ ആർ എന്ന് കിട്ടും. ഓക്കെ, എഗെയിൻ അതിനെ ഡെൽ ഡോട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഐ ക്യൂ കൂടി വരും. അതായത് ഐ ക്യൂ ഹോൾ സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഐ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇമാജിനറി ടേമിനെയാണ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. സോ ഐ ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് -q സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു ഡെൽ സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ആർ എന്നുള്ള ടേം എന്തായിട്ട് വരും, -q സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ആർ എന്നായിട്ട് വരും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇൻറ്റു -q സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ആർ ജി ഓഫ് ക്യൂ എന്ന് കിട്ടും. അതിന് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. ഇനി നമുക്കറിയാം, നമ്മളിവിടെ വേറൊരു റിലേഷൻ കൂടി കൺസിഡർ ചെയ്യാണ്. ഡെൽറ്റ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/2π ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ആർ. ആ ഒരു റിലേഷനും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. അത് 4th ഇക്വേഷനാണ്. നമ്മൾ ഈ ഇൻപുട്ട് ചെയ്യണ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം. ആ ഇക്വേഷൻസ് അതൊക്കെ നമുക്ക് പരിചിതമായ ഇക്വേഷൻസ് ആണ്. ആ ഒരു ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷനും അതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഇക്വേഷൻസ് ഇതിലിങ്ങനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഡെൽ സ്ക്വയർ ജി ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ആർ ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെൽ സ്ക്വയർ ജി ഓഫ് ആറിൻ്റെയും ഡെൽറ്റ ഓഫ് ആറിൻ്റെയും ടേംസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇൻറ്റു -q സ്ക്വയർ ഇ റേസ് ടു ഐ ക്യൂ ആർ ഇൻറ്റു ജി ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു 1/2π ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ആർ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ഭാഗത്തും ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ആർ കോമൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ആർ ഇൻറ്റു -q സ്ക്വയർ ജി ഓഫ് ക്യൂ മൈനസ് 1/2π ഹോൾ ക്യൂബ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, -q സ്ക്വയർ ജി ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു 1/2π ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതിൽ നിന്നും ജി ഓഫ് ക്യൂ എന്താണ്, -1/2π ഹോൾ ക്യൂബ് ക്യൂ സ്ക്വയർ എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ 3rd ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ 3rd ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ -1/2π ഹോൾ ക്യൂബ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഈ ലാപ്ലേസ് ഓപ്പറേറ്ററൊക്കെ നമ്മൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് ഡിഫൈൻ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ജി ഓഫ് ആറും സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയത് എന്തായിരുന്നു, ജി ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ക്യൂബ് ക്യൂ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ മൈനസ് ഓഫ് 1/2π ഹോൾ ക്യൂബ് ക്യൂ സ്ക്വയർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് ആർ ഈസ് ഈക്വൽ ടു -1/2π ഹോൾ ക്യൂബ്. ആ ഒരു 1/2π ഹോൾ ക്യൂബ് കോൺസ്റ്റൻ്റ് ആണല്ലോ, അതിനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ക്യൂ
ഇൻ്റഗ്രൽ 0 to പൈ സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ 0 to 2 പൈ ഡി ഫൈ ഇ റേസ് ടു ഐ ക്യൂ ഡോട്ട് ആർ കോസ് തീറ്റ 1/q² എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അതിനെ ജസ്റ്റ് എന്ത് ചെയ്ത് അതിന് റീഅറേഞ്ച് ചെയ്ത് പോരുന്നു എന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3 ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ ഓരോരോ ഇൻ്റഗ്രലിനുള്ളിലുള്ളതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? -1/4πr എന്ന് കിട്ടും. അതായത് g(r) ഈസ് ഈക്വൽ ടു നമുക്ക് -1/4π R എന്നുള്ള ടേം കിട്ടും. ഓക്കെ, അതിൻ്റെ ഓരോ ഇൻ്റഗ്രേഷൻ്റെ ടേം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഈ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഓരോരോ ഇൻ്റഗ്രലിനുള്ളിലുള്ള ടേംസിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് g(r) ഈസ് ഈക്വൽ ടു -1/4πr എന്ന് കിട്ടി. അപ്പോൾ അതിൽ ആ ക്യാപിറ്റൽ ആറിന് പകരം നമ്മൾ വീണ്ടും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? -1/4π r മൈനസ് r' എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷനെ ലാപ്ലേസ് ഇക്വേഷനായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡെറിവേഷനാണിത്. ഇതും കൂടി എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതോടുകൂടി ഓൾമോസ്റ്റ് ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. തിയറി പാർട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ പ്രോബ്ലംസ് പാർട്ട് നിങ്ങൾ എന്തായാലും സോൾവ് ചെയ്ത് പഠിക്കുക തന്നെ വേണം.